അള്ളാഹു സുബ്ഹാന ഏറെ ആദരിച്ച പരിശുദ്ധ മാസമായ ദുൽഹിജ്ജ് നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദുൽഹജ്ജ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതായത് ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്. അടുത്ത ഒരു വർഷം ദുൽഹജ്ജിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല അല്ലേ. ഈ വർഷം നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ കൊല്ലം സ്വീകരിച്ചാലാണ് വരുന്നൊരു വർഷം സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, പ്രശ്നങ്ങളില്ലാത്ത, സാമ്പത്തിക അഭിവൃദ്ധിയുള്ള, ദാരിദ്ര്യമില്ലാത്ത, സുഖം നിറഞ്ഞ ഒരു വർഷമാകും. ഈ കൊല്ലം സ്വീകരിച്ചില്ല എങ്കിൽ വല്ലാതെ നമ്മൾ അടുത്ത വർഷവും കൂടെ പ്രയാസപ്പെടേണ്ടി വരും. അള്ളാഹുവിൽ നിന്ന് പാപമോചനം സിദ്ധിച്ചില്ല എങ്കിൽ, പടച്ചോനിൽ നിന്ന് തൗഫീക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ലൈഫ് ആകെ തകരൂട്ടോ. നമുക്ക് ഈ കൊല്ലവും അള്ളാഹ് സ്വീകരിക്കണം. ഇനി വരാനിരിക്കുന്നൊരു പുതുവർഷവും പടച്ചോൻ സന്തോഷം കൊണ്ട് നമ്മളെ നിറച്ചു തരണം അല്ലേ. നമ്മുടെ മക്കൾ നന്നാകണം, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടണം, ദാരിദ്ര്യത്തിൽ നിന്ന് നീങ്ങണം, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകണം, വീട് വേണം, മക്കളെ കെട്ടിക്കണം, ആഗ്രഹങ്ങളൊക്കെ നടക്കണം. വേണ്ടേ? വേണം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. 5 മിനിറ്റ് പോലും വേണ്ട. ഒരു 2 റക്അത്ത് നിസ്കാരമുണ്ട്, അത്ഭുതങ്ങളുടെ കലവറയായ 2 റക്അത്ത് നിസ്കാരം. അതോടൊപ്പം ചെറിയൊരു ദിക്റുണ്ട്. ഇത് രണ്ടും കൂടെ ഇന്നത്തെ രാത്രി നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റിയാൽ തിരിഞ്ഞു നോക്കണ്ട, മനസ്സറിഞ്ഞ് ഇന്ന് ചെയ്താൽ ഈ കൊല്ലം നിങ്ങൾക്ക് അള്ളാഹു അനുകൂലാക്കും. വരാനിരിക്കുന്ന കൊല്ലവും നിങ്ങളുടെ കയ്യിലിരിക്കും. ദാരിദ്ര്യമില്ലാത്ത, മനസ്സ് നിറഞ്ഞ, സമാധാനമുള്ളൊരു വർഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ല എല്ലാവരും? ഒരു വർഷം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് കടന്നു വരികയാണ്. ഈ കൊല്ലത്തെ അവസാനത്തെ വ്യാഴാഴ്ചയിലാണ് നമ്മളുള്ളത്. വ്യാഴാഴ്ചക്ക് തന്നെ ഒരുപാട് മഹത്വമുണ്ട് അല്ലേ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസം, മലക്കുകൾ നമ്മുടെ രേഖകൾ ഏൽപ്പിക്കുന്ന ദിവസം, വല്ലാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലേക്ക് നോക്കുന്ന ദിവസം, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച നമ്മളുണ്ടെങ്കിൽ അതൊരു പുതുവർഷമായിരിക്കും. ഇക്കൊല്ലത്തെ അവസാനത്തെ വ്യാഴാഴ്ച, ഇക്കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, ഇക്കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇതൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരണത്. വല്ലാതൊരു സന്തോഷം എനിക്ക് ഈ കൊല്ലം വല്ലാത്തൊരു സന്തോഷം പലപ്പോഴും പകർന്നു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്വബാഹുൽ ഖൈർ കുടുംബാംഗമാണ്. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ അല്ലേ. ഈ സ്വബാഹുൽ ഖൈർ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ല പറഞ്ഞിട്ടാണല്ലേ. അൽഹംദുലില്ല പറഞ്ഞ സ്വബാഹുൽ ഖൈറിലൂടെ നടന്നു പോണത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ വർഷമാകട്ടെ ഇടയ്ക്കിടെ ഇങ്ങനെ അപകടങ്ങൾ മുമ്പിൽ വരാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ മരണം മുമ്പിൽ കാണുന്ന തരം അപകടങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ പടച്ചോനിങ്ങനെ ആരോ വന്നിങ്ങനെ കൈപിടിച്ച് രക്ഷിക്കുന്നത് പോലെ അത്ഭുതം നിറഞ്ഞ രീതിയിൽ അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും, പെട്ടുപോകുന്ന ഘട്ടങ്ങളിൽ പടച്ചോനങ്ങ് കൈപിടിച്ചിട്ടുണ്ട്. അള്ളാഹു എവിടെയും പെടുത്തിയിട്ടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ. എന്തുകൊണ്ടത്? ഈ ദിനേനെ അൽഹംദുലില്ല പറഞ്ഞും പറയിപ്പിച്ചും എൻ്റെ നാഥനെ വല്ലാതെ സ്തുതിക്കുന്നത് കൊണ്ട് അള്ളാഹു എന്നെ ചേർത്തു പിടിച്ചതാണ് എന്ന് ഞാൻ തിരിച്ചറിയാൻ. അങ്ങനെ എത്ര മനുഷ്യന്മാർ, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, കഴിഞ്ഞ ആഴ്ച ഏർവാടിയിൽ വെച്ച് കണ്ടവർ, അതുപോലെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ വെച്ച് കണ്ടവർ, വിഴിഞ്ഞത്ത് വെച്ച് കണ്ടവർ, അങ്ങനെ തുടങ്ങി എവിടെ ചെന്നാലും നമ്മളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. സുബ്ഹാനക യാ റബ്ബ്. അതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടവർ, എവിടെ ചെന്നാലും അൽഹംദുലില്ലാ നമ്മുടെ മുഹിബ്ബീങ്ങളുണ്ട്. അവർ വന്ന് സന്തോഷം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ വല്ലാത്തൊരു ആഹ്ലാദമാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നീക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ദുൽഹജ്ജ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് വരികയാണ്. ഏതമലും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. അള്ളാഹു നമ്മുടെ ഈ കൊല്ലം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം ആകെ ഡേഞ്ചർ സോണിലാണ് അല്ലേ. ഈ കൊല്ലം അള്ളാഹു സ്വീകരിക്കണം. ഇത് സ്വീകരിക്കണമെങ്കിൽ അവസാനം നന്നാകണം അല്ലേ. ഏത് സംഗതിയും എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റിയൊരു വഴിയുണ്ട്. അത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് വരാം. മനസ്സറിഞ്ഞ് ഒരു പ്രയാസം അനുഭവിക്കണ മനുഷ്യനെ സഹായിക്കുക, സ്വതക്ക കൊടുക്കുക. അസ്വതക്കത്തു റദ്ദുൽ ബലാ എന്നാണ്. ഏറ്റവും വലിയ ബലാ നരകത്തിലെ തീയാണ്. ആ നരകത്തിൽ നിന്ന് പടച്ചോൻ രക്ഷിക്കാൻ മനസ്സറിഞ്ഞ്, എൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കിയ പൈസ എന്നൊന്നുമല്ല, അള്ളാഹ് തന്നതിൽ നിന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇത് അള്ളാൻ്റെതാണ്, എൻ്റെതല്ല.
ആ ബോധ്യത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് കഴിയുമെങ്കിൽ നമ്മുടെ റിലീഫ് പദ്ധതിയിൽ കാണുന്ന നമ്പറിലേക്ക് കഴിയുന്നത് പോലെ നല്ലൊരു ഹദിയ തന്നെ, ഒരു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഉസ്താദിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല, കടങ്ങളേറെയുണ്ട്, പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനൊരു മനുഷ്യൻ, നമുക്കറിയാം ഉസ്താദുമാർക്കൊക്കെ എന്ത് ശമ്പളമാണ് കിട്ടുക എന്നുള്ളത് ഇല്ലേ. അപ്പോൾ ആ മനുഷ്യനെ പരിഗണിക്കാൻ കഴിയുന്നവരങ്ങനെ ഇല്ല, ഞങ്ങൾ പുറത്തേ ഓടിക്കോളൂ, നിങ്ങൾ പുറത്തു കൊടുത്ത് എവിടെയാണെങ്കിലും ഒരു സദക്ക കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിനെ, വെള്ളിയാഴ്ചയുടെ പകലിനെ മനോഹരമാക്കിയിട്ട് അള്ളാഹിനോട് ദ്വാരക്ക, പടച്ചോനെ ഈ കൊല്ലം ഒന്ന് നീ അനുകൂലമാക്കി തരണേ അല്ല, വരാനിരിക്കുന്നൊരു പുതുവർഷം ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞതാക്കണേ അല്ല. ആ ബോധ്യത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ലൈഫ് കളർഫുള്ളാവും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും നമ്മുടെ ഈ കൊല്ലം ഒന്ന് അനുകൂലമാകാനും വരാനിരിക്കുന്ന കൊല്ലമൊക്കെ ദാരിദ്ര്യവും അതുപോലെ തന്നെ സങ്കടങ്ങളും നഷ്ടങ്ങളൊന്നുമില്ലാതെ സന്തോഷം നിറഞ്ഞതാകാനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു നിസ്കാരവും ഒരു അത്ഭുത ദിക്റും ഞാൻ പഠിപ്പിച്ചുതരാം. ഒന്നാമത്തെ നിസ്കാരം, ഇത് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അലി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കാൻ അബൂബക്കർ തങ്ങൾ ഇത് പഠിപ്പിക്കണമെങ്കിൽ ആരിൽ നിന്ന് കണ്ടിട്ടാകണം? അത് മുത്ത് ഹബീബിൽ നിന്ന് കണ്ടിട്ടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിസ്കാരത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു തൗബ എന്നാണ്. തൗബക്കൊരു നിസ്കാരമൊക്കെ ഉണ്ടോ? ഇതിൻ്റെ ഒരു അല്പം ഭാഗം നമ്മൾ കഴിഞ്ഞ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തൗബക്കൊരു നിസ്കാരമൊക്കെ ഉണ്ട് അല്ലേ? എത്ര റക്അത്താണത്? 2 റക്അത്തേ ഉള്ളൂ. എപ്പോഴാണ് നിസ്കരിക്കാനത് നല്ലത്? ഏത് സമയത്തും നിസ്കരിക്കാം, ഏത് സമയത്തും നിസ്കരിക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഇക്കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാകുമ്പോൾ വല്ലാത്തൊരു പ്രത്യേകത അതിനുണ്ട്. കാരണം അത്രമേൽ പൂരിശ നിറഞ്ഞൊരു സമയമല്ലേ, നമ്മളെന്തിനാ വേസ്റ്റാക്കി കളയണേ അല്ലേ? മാത്രമല്ല നിസ്കാരം നിസ്കരിച്ച് എന്താ ഗുണം കിട്ടുക? ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധരാകും. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധരാകാൻ ഈ നിസ്കാരം മനസ്സറിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അതിന് 3-4 നിബന്ധനകളുണ്ട് കേട്ടോ. പഠിച്ചവൻ അങ്ങനെ പുറത്തു തന്നെങ്കിൽ അത് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ഒരു നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്താണ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത്? ഞാൻ പറഞ്ഞു ഏത് സമയത്തും നിസ്കരിക്കാം. എന്നാലും ഇന്നത്തെ രാത്രി പടച്ചോൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നൊരു നിമിഷമുണ്ട് അവൻ്റെ സഹായം കൊണ്ട് അല്ലേ. 1-ാം ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് പടച്ചോൻ്റെ സഹായം ഇങ്ങനെ ഇറങ്ങി വരും. യാ ഇബാദി, എൻ്റെ അടിമകളെ എന്നോട് ചോദിക്ക്, ഞാൻ പുറത്തു തരാം കേട്ടോ, ഞാൻ പുറത്തു തരാം. എൻ്റെ കാരുണ്യം വേണോ നിങ്ങൾക്ക്? പാപമോചനം വേണോ നിങ്ങൾക്ക്? എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ടെ, അല്ലാ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നത് ഞാനും എൻ്റെ റബ്ബും മാത്രമാണ്, ഞാനും എൻ്റെ റബ്ബും. നമ്മൾ വർത്താനം പറയാം, വല്ലാത്തൊരു ആത്മബന്ധം അവിടെ ഇങ്ങനെ വല്ലാത്തൊരു സന്തോഷമാണ് ഈ തഹജ്ജുദിൻ്റെ നേരം എന്ന് പറഞ്ഞാൽ. ഞാനും എൻ്റെ റബ്ബുമാണ് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അല്ലേ. സുന്നത്താക്കപ്പെട്ട തൗബയുടെ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് അല്ലാഹു അക്ബർ കൈകെട്ടിയിട്ട് വജ്ഹത്ത് ഓതുക. വജ്ഹത്തിന് ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം എന്താണ് ഓതേണ്ടത്? ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്തുൽ കാഫിറൂൻ എല്ലാവർക്കും അറിയാം അല്ലേ? സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് കഴിയുമെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തൂടെ പാരായണം ചെയ്യാം. അപ്പോൾ എങ്ങനെ? ഫാത്തിഹ ഓതുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതുക. ശേഷം റുകൂഅ്, പിന്നെ ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലിരുത്തം, പിന്നെയും സുജൂദ്. 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരിക. സൂറത്തുൽ ഫാത്തിഹ ഓതുക തക്ബീറിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതിനുശേഷം കഴിയുമെങ്കിൽ അറിയുന്നവരൊക്കെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് പാരായണം ചെയ്യാം. പറഞ്ഞു മനസ്സിലായി? ഒന്നും കൂടെ പറഞ്ഞുതരാം. സുന്നത്താക്കപ്പെട്ട 2 റക്അത്ത് തൗബയുടെ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് തക്ബീർ കെട്ടാം. എന്നിട്ടോ വജ്ഹത്തു സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതുക. പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലിരുത്തം, പിന്നെ സുജൂദ്. പിന്നെ 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ അല്ലാഹു അക്ബർ. എന്നിട്ടോ ഫാത്തിഹ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, പിന്നെയോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് ഓതുക. ശേഷം അതുപോലെ തന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലിരുത്തം, പിന്നെ സുജൂദ്, പിന്നെ അത്തഹിയ്യാത്തിൽ സലാം വീട്ടുക. ഇത്രയേ ഉള്ളൂ. ഈ നിസ്കാരം നിർവഹിച്ചിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് പൊട്ടിക്കരയാം. മനസ്സറിഞ്ഞ് പൊട്ടിക്കരയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം പുറത്തു തരുന്നവനാണ്. ഇല്ല, ഇപ്പോൾ ഈ സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയാൻ പറ്റുമെങ്കിൽ വളരെ വളരെ ആപ്റ്റാണത്. ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ തഹജ്ജുദിൻ്റെ കൂടെ നെയ്യത്ത് വെച്ചാൽ അത് തഹജ്ജുദിൻ്റെ നിസ്കാരം കൂടെ ആയി. അപ്പോൾ 2 കൂടെ നെയ്യത്ത് വെക്കാം. സുന്നത്ത് നിസ്കാരമാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ
സുജൂദിൽ കിടന്നിട്ടൊന്ന് പൊട്ടിക്കരേ, എന്തും ചോദിക്കുക അള്ളാഹിനോട്. മലയാളത്തിലൊന്നും ആകരുതേ, അറബിയിൽ. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അഅല, പടച്ചോനെ നീയാണ് വലിയവൻ അല്ലേ. ആ ബോധ്യത്തിൽ തന്നെ ഉണ്ട് എൻ്റെ സങ്കടങ്ങൾ. ഞാൻ ചെറിയവനാണ് പടച്ചോനെ, എൻ്റെ അടിമയാണ് അല്ലേ, മനസ്സിലുണ്ടാവണം. എനിക്ക് മക്കളില്ല പടച്ചോനെ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ നന്നാവണില്ലല്ല, അല്ലെങ്കിൽ എൻ്റെ മോളെ കെട്ടിക്കണമല്ല, എനിക്ക് വീടില്ലല്ല, എല്ലാത്തിലുപരി എനിക്ക് നിന്നെ കിട്ടണമല്ല, നിന്നെ വേണമല്ല, നിന്നെ കിട്ടണമല്ല. എൻ്റെ പാപങ്ങൾ പുറത്ത് തന്നെ കേട്ടോ. നീയല്ലാണ്ട് ആരാ പടച്ചോനെ എനിക്ക് പുറത്തു തരാൻ? നീയല്ലാണ്ട് ആരാണല്ല എനിക്ക് പുറത്തു തരാൻ? സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി. നിങ്ങൾക്കറിയുന്ന അറബിയിലുള്ള ദുആകളൊക്കെ ഇതായിരുന്നു. നമ്മളെ പൊന്നുമ്മാനെ മറക്കരുത്, നമ്മളെ വാപ്പാനെ മറക്കരുത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ചോനെ എൻ്റെ വാപ്പയും ഉമ്മയും എന്നോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചെയ്യണമെന്നല്ല ദുആ. ആ ദുആൻ്റെ ഒരു വലിപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതായത് എൻ്റെ ബാപ്പയും ഉമ്മയും ചെറുപ്പത്തിൽ എന്നോട് കരുണ ചെയ്തതുപോലെ നീ അവരോട് കരുണ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കരുണ ചെയ്യാൻ എനിക്ക് പറ്റൂല. വാപ്പാനോടും ഉമ്മാനോടും കാരുണ്യം കാണിക്കാൻ പറ്റും, പക്ഷേ ചെറുപ്പത്തിൽ അവരെന്നോട് ചെയ്തതുപോലെ ഒരിക്കലും വാപ്പാനോടും ഉമ്മാനോടും കരുണ ചെയ്യാൻ എനിക്ക് പറ്റൂല. എത്ര തവണ ശരീരത്തിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട്, കയ്യും കണക്കില്ലാതെ. മേത്തെ ഞാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് അല്ലേ, വിസർജിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഒരു വെറുപ്പ് എൻ്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്നു അല്ലേ, ഒരു വെറുപ്പുണ്ടായിരുന്നു എൻ്റെ ഉമ്മാക്ക്. എത്ര തവണ എൻ്റെ മൂത്രം കുടിച്ചിട്ടുണ്ട് അല്ലേ, ആ വായിലേക്ക് പോലും മൂത്രം ഒഴിച്ച് പോയിട്ടുണ്ട്. എത്ര തവണ വസ്ത്രം മാറേണ്ടി വന്നിട്ടുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും എൻ്റെ കുട്ടി മൂത്രമൊഴിച്ചു ഓടി വന്ന് കഴിയിക്കും, പിന്നെ അടുക്കളയിലോട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞപ്പിയിട്ട് ഓടി വരും, പിന്നെയും കഴിയിക്കും. ഇത് തന്നെയായിട്ട് ആ ഉമ്മയുടെ ജീവിതം നമുക്ക് വേണ്ടി ഉരുകിത്തീർന്നത് എത്രയാണ്. ആ നേരത്തെല്ലാം വെയിലത്ത് നിന്നിട്ട്, എനിക്കൊരു മനുഷ്യനെ ഓർമ്മയുണ്ട്, ഒരു വെയിലത്ത് നിന്നിട്ട് കല്ല് വെട്ടുക. ഞാൻ ചോദിച്ചു, ഇത്തിരി വെള്ളം കുടിച്ചൂടെ, സർവത്തൊക്കെ ഒന്ന് കുടിച്ചൂടെ, ആ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ പിള്ളങ്ങൾക്ക് വല്ലതും മേടിച്ചു കൊടുത്തൂടെ ഉസ്താദേ എന്ന് പറഞ്ഞ മനുഷ്യൻ. ബാപ്പ നമ്മൾ അറിയണില്ല കേട്ടോ മനുഷ്യന്, ഉമ്മയുടെ മഹത്വം മാത്രം പറഞ്ഞാൽ പോരാ. ആ ഉമ്മക്കും ആ മക്കൾക്കും വേണ്ടി സ്വയം ഉരുകിത്തീരുന്നൊരു മനുഷ്യനാണ് ബാപ്പ അല്ലേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞങ്ങളോട് കരുണ ചെയ്തതുപോലെ അത് നിനക്ക് മാത്രമേ അങ്ങനെ കരുണ ചെയ്യാൻ പറ്റുള്ളൂ, നീ ചെയ്യണേ പടച്ചോനെ ഇല്ലേ. ഒരു സ്വഹാബി ഉമ്മാനിങ്ങനെ തോളത്ത് വെച്ചിട്ടേ തവാഫ് ചെയ്യാണ് കഅബ. ഉമ്മാനിങ്ങനെ കഴുത്തിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്, ഉമ്മാക്ക് നടക്കാനൊന്നും പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യത നിറവേറ്റിയിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാരണം? മോനെ, നിൻ്റെ ഉമ്മ നിന്നെ വളർത്തിയത് നീ ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. നിൻ്റെ മനസ്സിലുള്ളത് എന്താ? ഇനി ഉമ്മ എത്ര നാളാണ് ഇവിടെ ഉള്ളത്, പാവം എൻ്റെ ഉമ്മാനൊന്ന് സന്തോഷിപ്പിക്കണം. അങ്ങനെയല്ലേ നമ്മളിനി സ്നേഹിക്കുന്ന മക്കൾ തന്നെ ഉമ്മാനെ നോക്കണം. എങ്ങനെയാണ്? ഇനി എത്ര നാളെ എൻ്റെ ഉമ്മച്ചി ഇവിടെ സന്തോഷത്തോടെ ഉമ്മച്ചി മരിക്കട്ടെ. നമ്മുടെ ഉമ്മ അങ്ങനെയാണോ നമുക്ക് വെള്ളം തന്നത്? എത്ര നാളെ എൻ്റെ പുള്ള ജീവിക്കാം, മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ നമുക്ക് വെള്ളം തന്നത്? അല്ലടോ, അല്ല. എൻ്റെ പുള്ള ഒരുപാട് ജീവിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ കാരുണ്യം അവരിലേക്ക് ഒഴുക്കണം. ആ ഉമ്മയുടെ കാലിൻ്റെ അടിയിലാ സ്വർഗം, പാപ്പാടെ കാലിൻ്റെ അടിയിലാ സ്വർഗം. അവിടെ കഷ്ടപ്പെട്ട് നിൽക്കണം. പക്ഷേ എത്ര കഷ്ടപ്പെട്ടാലും അവർ നമ്മളോട് കാണിച്ചൊരു കാരുണ്യം ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഇനി എന്തെല്ലാം നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ പ്രസവിച്ച് ഇത്രയൊക്കെ ആക്കിയില്ലടോ അല്ലേ. കൊണ്ട് കുപ്പത്തൊട്ടിയിൽ നിന്നും വലിച്ചെറിഞ്ഞില്ലല്ലോ അല്ലേ, ഏതെങ്കിലും ആളുകൾക്ക് കൊടുത്തു വിട്ടില്ലല്ലോ, നമ്മൾ നോക്കിയില്ലേ വാപ്പായിമായും. മതിയല്ലോ അൽഹംദുലില്ലാ. അതിന് പകരം കൊടുക്കാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? അത് പടച്ചോൻ തന്നെ കൊടുക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അങ്ങനെ സുജൂദിൽ കിടന്നിട്ട് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരുന്നാൽ തന്നെ നിങ്ങളുടെ കടങ്ങളൊക്കെ വീടിപ്പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങൾ പറയുന്നുണ്ട്, കടബാധ്യത വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ ദ്വാരുന്നോ, നിങ്ങളുടെ കടങ്ങൾ എത്ര വലിയ കടാണെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരും. മരിച്ചാലും ജീവിച്ചിരുന്നാലും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കുക. ഈ ഒരു നിസ്കാരം മനോഹരമായി നിർവഹിച്ചിട്ട് നിങ്ങൾ ഒരു 70 തവണ ഒരു ദിക്ർ ഏത് സമയത്തും ചൊല്ലുക, പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ സമയത്ത്. ഏതാണത്? അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇസ്തിഗ്ഫാർ തന്നെ. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ലടോ. എത്രയോ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സൂറത്ത് നൂഹിൽ നൂഹ് നബി പറയുന്നുണ്ട്, സമൂഹമേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അള്ളാഹു നിങ്ങൾക്ക് മഴ ഇറക്കിത്തരും, അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്തിൽ വർധനവ് തരും, കച്ചവടം തരും, പൈസ തരും, ഒക്കെ തരും. എന്ത് മതി? അസ്തഗ്ഫിറുല്ലാഹ്. പുറത്ത് തന്നെ പഠിച്ചോനെ. പുറത്ത് തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ കച്ചവടം നന്നാവാൻ വേണ്ടിയിട്ടാകരുത് അത് പറയണത്, കടം വീടാനാകരുത്, സമ്പത്ത് കിട്ടാനാകരുത്, മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. അപ്പോൾ അള്ളാഹ് ഓശാരായിട്ട് ഔദാര്യമായിട്ട് തരും. കാരണം അള്ളാഹ് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയല്ലേ ഭർത്താവിനോട് ഭാര്യ വന്നിട്ട് പറയാ ഇടയ്ക്കിടയ്ക്ക്, കാക്ക എന്തെങ്കിലും ഉണ്ട് പൊരുത്തപ്പെടണം കേട്ടോ, എനിക്ക് കാക്ക അല്ലാണ്ട് ആരാ ഉള്ളത്? എടാ അത് മതി. പിന്നെ
സമ്മാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ് പിന്നെ അവൻ്റെ ദൗത്യം. നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കോ? ഇല്ല. അള്ളാഹിനോട് നമ്മളെ അസഫർല അതിനൊന്നും കാര്യമില്ല അല്ലേ? രുചി എറിഞ്ഞ് പറയണം. ബിരിയാണി എന്ന് 11 തവണ പറഞ്ഞതുകൊണ്ട് ബിരിയാണിയുടെ രുചി കിട്ടൂല. എന്നതുപോലെ അസഫർല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കൽബിൽ തട്ടിയിട്ട് പറയണം, ആ രുചി എറിഞ്ഞ് പറയണം, പൊട്ടിക്കരഞ്ഞിട്ട് പറയണം, തൗബയുടെ മനസ്സോടുകൂടെ പറയണം. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. കാക്ക തൗബയല്ല, പടച്ചോനെ പറ്റിക്കാനല്ല. അല്ലാഹ് എല്ലാം കൽബറിയുന്നവനല്ലേ അല്ലേ? അലാ യഅലമു മൻ ഖലഖ്. രഹസ്യത്തെ പടച്ചത് ഞാനാണ്. ഞാൻ രഹസ്യം അറിയില്ല നിങ്ങൾ കരുതുന്നുണ്ടോ? ആ രഹസ്യം പടക്കണത് തന്നെ ഞാനല്ലേ മക്കളെ അല്ലേ? അപ്പോൾ 4 കാര്യങ്ങൾ വേണം തൗബക്ക്. എന്താ? ചെയ്ത തെറ്റിൽ ഖേദം വേണം. തെറ്റ് ചെയ്തു പോയി അതിൽ എന്ത് ചെയ്യണം? സങ്കടം വേണം. എന്നിട്ടാ തൗബയുള്ളത്. എന്നെ പടച്ചോൻ ഇങ്ങോട്ട് പടച്ചു വിട്ടത് അവനറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് തോന്നിയാസം കാണിക്കാനല്ല. അതുകൊണ്ട് പടച്ചോനെ ഞാൻ നിന്നെ അറിയാനും നിന്നിട്ടില്ല, തോന്നിയാസമാണ് കാണിച്ചത്, പുറത്ത് തന്നെയല്ല മനസ്സറിഞ്ഞിട്ട് അല്ലേ? രണ്ടാമത് ആ തെറ്റിൽ നിന്ന് മാറിക്കണം. പലിശടപാടിൻ്റെ ഇടയിൽ നിന്നിട്ട് അസ്തഫുറുല്ലാ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പലിശയിൽ നിന്ന് മാറിക്കണം. മൂന്നാമത്തത് ഞാനിനി ആ തെറ്റിലേക്ക് മടങ്ങൂല പടച്ചോൻ എന്ന് പ്രതിജ്ഞ ചെയ്യണം. മനുഷ്യനാണ്, ചിലപ്പോൾ നമ്മൾ മടങ്ങിപ്പോവും, എന്നാലും നമ്മുടെ മനസ്സിൽ ആ സമയത്ത് ഉറച്ച ബോധ്യം ഉണ്ടാകണം. ഞാൻ മടങ്ങൂല റബ്ബേ, ഞാനത് ചെയ്യൂല റബ്ബേ, ഉറച്ച ബോധ്യത്തോടുകൂടെ തൗബ ചെയ്യണം. നാലാമത്തേത്, അതാണ് ഏറ്റവും പ്രധാനം, മനുഷ്യന്മാരായിട്ടുള്ള തെറ്റൊക്കെ ആണെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം കേട്ടോ. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കണം, അല്ലാണ്ട് അള്ളാഹ് പുറത്ത് തരൂല. ഇപ്പം ഇത്തവണ ഹജ്ജിന് പോയി ഒരുപാട് ആളുകൾ കുടുംബബന്ധം മുറിച്ചിട്ട്, മരുമക്കളെ വേദനിപ്പിച്ചിട്ട്, അമ്മായിമ്മയെ വേദനിപ്പിച്ചിട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഹജ്ജിന് പോയത്. എന്തിനാ പോയത്? ആ പൈസക്ക് നിങ്ങൾക്ക് വീട്ടിലെന്തെങ്കിലും ബിരിയാണി മേടിച്ച് തിന്നായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇടയ്ക്ക് ഊട്ടിക്ക് ട്രിപ്പ് പോയിരുന്നില്ലേ? ഇച്ചിരി തണുപ്പെങ്കിലും കിട്ടുമായിരുന്നല്ലോ. നിങ്ങളെന്നേരം ഇപ്പോൾ ഹജ്ജിന് പോയത്, അവിടെ എന്ത് കാണാൻ പോയത്? നിങ്ങൾ എന്തിനു പോയത്? അവിടെ ഹറമിൽ പോയിട്ട് അള്ളാൻ്റെ മലക്കുകളുടെ ശാപം മേടിച്ച് കൂട്ടാനോ? അപ്പോൾ ഈ ജനങ്ങളോട് ഭിന്നിപ്പുണ്ടാക്കി, കുടുംബത്തിൽ വിള്ളലുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് ഹജ്ജും കിട്ടൂല, ഒരു സാധനം കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോൾ തൗബയാണെങ്കിലും തൗബയും കിട്ടൂല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊക്കെ പുറത്ത് തരട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് സ്വതക്ക ചെയ്യുക. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിൽ ആ പാവപ്പെട്ട ഉസ്താദിന് വേണ്ടിയിട്ട് ചെയ്യുക. രണ്ടാമത് 2 റക്അത്ത് നിസ്കാരം, തൗബയുടെ നിസ്കാരം മനസ്സറിഞ്ഞ് ചെയ്യുക. മൂന്നാമത്തത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു ഇക്കൊല്ലം കളർഫുള്ളാക്കും. വരാനിരിക്കുന്ന ഒരു കൊല്ലം സാമ്പത്തിക അഭിവൃദ്ധിയുടെ, മനസ്സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കുടുംബ സന്തോഷത്തിൻ്റെ, പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായ അടിപൊളി വർഷം അള്ളാഹു തരും. വേണ്ടേ അങ്ങനെ ഒരു വർഷം? വേണ്ടേ? നിങ്ങൾ പറയണില്ല. വേണം. മാഷാ അല്ലാ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. അപ്പോൾ ഈ അള്ളാഹുമായിട്ട് വർത്താനം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് അല്ലേ? ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ സൗറിൽ അബൂബക്കർ തങ്ങളായിട്ട് ഒറ്റപ്പെടുന്നൊരു നിമിഷം ഉണ്ടല്ലോ അല്ലേ? അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, നബിയെ അവരിങ്ങനെ തലയൊന്ന് കുനിച്ചു നോക്കിയാൽ മതി, നമ്മളെ കാണൂ കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ എന്തിനാ സങ്കടപ്പെടണേ? നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളണ്ട്. ഈ ബോധ്യം നമുക്ക് വേണ്ടത്. പറയാനൊക്കെ എളുപ്പമാണ്, ഈ ബോധ്യത്തിൽ നിന്നാൽ അത്ഭുതം. ആ നിമിഷം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു 8 കാലിക്ക് വല നെയ്യാൻ എത്ര നേരം വേണം? റസൂലുള്ളാഹി ഇത് പറയേണ്ട നിമിഷം തന്നെ 8 കാലി എന്നുള്ള വല നെയ്യാൻ. നടക്കൂല എന്ന് പറയുന്നത് നടത്തുന്നവനാണ് റബ്ബ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ആയത്ത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തായിട്ടാണ് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്? കമൻറ്റ് ചെയ്യൂലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ അർഹരിലേക്ക് സമ്മാനം എത്തിച്ചു കൊടുക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഇക്കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് കൃത്യം 7:15 ഒന്ന് ഒരുമിക്കണം. എല്ലാവരും ഉണ്ടാവൂലേ? 7:15 തന്നെ നമുക്കൊന്ന് ഒരുമിക്കണം. മജ്ലിസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് കുറച്ച് മദഹ് ചൊല്ലണം, അദ്കാറുകൾ ചൊല്ലണം. ഈ കൊല്ലങ്ങ് കളർഫുള്ളാക്കണം. ഉണ്ടാവും, മുങ്ങരുതെട്ടാരും, എല്ലാവരും ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. പടച്ചോനെ നിൻ്റെ പൊരുത്തം തരണേ അല്ലാ. ഈ കൊല്ലം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. വരാനിരിക്കുന്നൊരു വർഷവും സന്തോഷം നിറഞ്ഞതാക്കണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, നീ പുറത്തു തരണേ അല്ലാ. നീ പുറത്തില്ലെങ്കിൽ നിൻ്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് റബ്ബേ.
യാ റബ്ബന മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണയല്ല, അവിടുത്തെ തിരുനോട്ടം തരണയല്ല. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളുടെ പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. അസുഖബാധിതർക്ക് പരിപൂർണ ശിഫാ നൽകണയല്ല. യാ റബ്ബന ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസികളായ ധാരാളം ആളുകളുണ്ട്, എന്തെല്ലാം സങ്കടമുണ്ടെങ്കിലും തീർക്കണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ ആരെല്ലാമുണ്ടോ ഖബറിടം നീ വെളിച്ചമാക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്ത് നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.